അവരുടെ പേര് കേൾക്കുമ്പോൾ തന്നെ ആളുകൾ ചിരിക്കാൻ തുടങ്ങിയ. അതെന്തിനാ ചിരിക്കുന്ന സതീശേട്ടാ? എല്ലാ മാധ്യമങ്ങൾക്കും അറിയാം. ഇത് മെഡിക്കൽ ബുള്ളറ്റിനിൽ തന്നെ പറഞ്ഞിരുന്നാണല്ലോ. മെഡിക്കൽ ബുള്ളറ്റിന് അപ്പൊ മെഡിക്കൽ ബുള്ളറ്റിൻ ഉണ്ട്, അതിപ്പോ സമ്മതിച്ചു. അല്ല, ഈ ആക്രമണത്തിൽ പരിക്ക് പറ്റിയെന്നുള്ളത് ഇപ്പൊ അങ്ങനെയായി. എനിക്കറിയില്ല. അറിഞ്ഞാൽ ഞാൻ പറയാം, മറുപടി പറയാം. ആരാണ്? അല്ല, അറിഞ്ഞാൽ മറുപടി. എനിക്ക് അറിയാത്ത കാര്യം എങ്ങനെ പറയണേ? അടൂർ പ്രകാശും ആന്റോ ആന്റണിയും നിരപരാധികളല്ലേ? എനിക്ക് അറിയാത്ത വിഷയം നിങ്ങൾ എന്നോട് ചോദിക്കല്ലേ. ആന്റോ ആന്റണി അപ്പുറത്ത് ഇരിക്കുന്നുണ്ടല്ലോ, മൂപ്പരോട് ചോദിച്ചാ പോരെ? ഇല്ല, ആ വിഷയം ശബരിമല വികാരമൊക്കെ പോയോ സതീശേട്ടാ? നിങ്ങളിപ്പോ 7 പ്രാവശ്യം ചോദിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, ഞാൻ എണ്ണി. എന്നായിക്കോട്ടെ, ശരി. നമസ്കാരം. കേരള രാഷ്ട്രീയത്തെക്കുറിച്ച് തന്നെയാണ്. വി ഡി സതീശനും വീണ ജോർജും ഇല്ലാതെ ഇപ്പോൾ കേരള രാഷ്ട്രീയം ചർച്ച ചെയ്യാനേ പറ്റില്ല. അതിലേക്കാണ് നമ്മൾ വരുന്നത്. തെളിവുകളായി ദൃശ്യങ്ങളില്ലാതെ ഇന്ന നേതാവിൻ്റെ മുട്ടുകാല് തല്ലി ഒടിച്ചാൽ ഇത്ര ലക്ഷം രൂപ എന്ന് ഒരു യുവജന സംഘടന കേരളത്തിൽ ഇനാം പ്രഖ്യാപിച്ചാൽ എന്തായിരിക്കും സ്ഥിതി? നമ്മുടെ ധാർമ്മിക രോഷം പൊട്ടി ഉണരൂലേ? ഉണരുമെന്ന് മാത്രമല്ല, ചാനൽ ചർച്ചകൾ എത്ര നടക്കും? തെരുവ് കത്തൂലേ? എന്നാൽ ആരോഗ്യമന്ത്രി വീണ ജോർജിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച KSUക്കാരായ കരിങ്കുടിക്കാർക്ക് വേണ്ടി യൂത്ത് കോൺഗ്രസ് അത് ചെയ്തു. ദൃശ്യങ്ങൾ ഹാജരാക്കിയാൽ ലക്ഷോ കോടിയോ എത്രയോ ഇനാം രൂപ പ്രഖ്യാപിച്ചു. ദൃശ്യങ്ങളില്ലാതെ നടത്തപ്പെട്ട ആക്രമണമാണല്ലോ അത്. ഒരു നേതാവിന് പ്രതിഷേധത്തിൻ്റെ ഭാഗമായി പരിക്കേറ്റാൽ ദൃശ്യങ്ങൾ ചോദിക്കുന്ന രാഷ്ട്രീയ രീതി അത് പോട്ടെ, അത് മാറ്റിവെക്കാം. എന്നാൽ എതിർപക്ഷത്താവുമ്പോൾ അവരെ ന്യായീകരിക്കാൻ അവർക്ക് അതൊക്കെ ചെയ്യേണ്ടി വരുമെന്ന് വിചാരിക്കാം. പക്ഷേ നിഷ്പക്ഷമാണ്, സത്യസന്ധമാണ്, ജാഗ്രതാണ്, സമഗ്രമാണ്, നിർഭയമാണ് എന്നൊക്കെ വീമ്പിളക്കുന്ന നമ്മുടെ മാധ്യമങ്ങളുടെ രീതിയോ? അവർ ദൃശ്യങ്ങളില്ലല്ലോ എന്നും പറഞ്ഞ് പരിഹാസത്തിൻ്റെ അട്ടഹാസ ചർച്ചകൾ പ്രൈം ടൈമിൽ നടത്തുന്ന ചാനലുകളുടെ സ്ഥിതി അതാണ് നമ്മൾ കണ്ടുവരുന്നത്. എതിരാളികളുടെ ആൾക്കൂട്ടം ഒന്നാകെ വന്ന് അതിൽ ഹരം കൊണ്ട് നമ്മുടെ ചാനലിന് റേറ്റിംഗ് കൂട്ടും എന്ന ഒരൊറ്റ ചിന്ത മാത്രമാണോ അതിൻ്റെ പിന്നിൽ? ഉദാഹരണത്തിന്, വീണ ജോർജ് പരിക്കേറ്റ ആശുപത്രിയിൽ കിടക്കുമ്പോൾ മണിക്കൂർ വെച്ച് പരിഹസിച്ചാൽ BJPക്കാരും കോൺഗ്രസ്സുകാരും എല്ലാം ഒരുമിച്ച് വന്ന് നമ്മുടെ TV ചാനൽ കാണും. CPMകാരേക്കാൾ കൂടുതൽ കാഴ്ചക്കാർ അങ്ങനെ ഒരിടത്ത് വരും എന്നും അങ്ങനെ റേറ്റിംഗ് കൂടും എന്നുമായിരിക്കുമോ അവർ ചിന്തിക്കുന്നുണ്ടാവുക? നമുക്ക് ഏതായാലും അതൊന്നും അറിയില്ല. വെറുതെ ചില ചോദ്യങ്ങൾ ചോദിച്ചു എന്നേ ഉള്ളൂ. അമ്മാതിരി പരിപാടികളാണല്ലോ കുറച്ച് നാളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും അവസാനം വീണ ജോർജിൽ എത്തി നിൽക്കുന്നു എന്ന് മാത്രം. കത്രിക വെക്കാത്ത അഭിനയം എന്ന് ദാവൂദിൻ്റെ മീഡിയ വൺ ചാനൽ മുതൽ അഭിനയിച്ച് തള്ളുന്ന ICU നാടകം എന്ന് ഏഷ്യാനെറ്റ് ഉണ്ണി ബാലകൃഷ്ണൻ വരെ തള്ളി മറിക്കുന്ന കാഴ്ചയാണ് ചാനൽ തുറന്നാൽ. അവിടെ ദൃശ്യം ഹാജരാക്കുന്നവർക്ക് ഇനാം പ്രഖ്യാപിച്ചവരെ ആവോളം പ്രോത്സാഹിപ്പിക്കുന്നത് കാണാം. ഇനിയും ദൃശ്യങ്ങളില്ലാതെ ആക്രമിച്ചാൽ ഇതുപോലത്തെ പണി ഞങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തരും എന്ന ഒരു പരോക്ഷ സന്ദേശം കൂടി വായിച്ചാലും തെറ്റില്ല. എന്തായാലും മന്ത്രിക്ക് പരിക്കേറ്റു, അതൊക്കെ ശരി തന്നെ. പക്ഷേ അഭിനയമാണ്, കാരണം ദൃശ്യങ്ങളില്ലല്ലോ എന്നാണ് ചാനൽ നേതാക്കളായ ആൺകൂട്ടങ്ങൾ പരിഹസിക്കുന്നത്. ഉമ്മൻചാണ്ടിക്ക് കല്ലേറ് കൊണ്ടപ്പോൾ കല്ല് വീണ് പരിക്കേറ്റതല്ലേ ഉള്ളൂ, എറിയുന്ന വീഡിയോ ഇല്ലല്ലോ എന്നും അതുകൊണ്ട് ഇത് അഭിനയം എന്നും ദാവൂദ് മുതൽ ഉണ്ണി ബാലകൃഷ്ണൻ വരെ ചർച്ച ചെയ്തോ? അവർ ചർച്ച ചെയ്ത വീഡിയോകളുണ്ടോ? ഷാഫി പറമ്പിലിൻ്റെ മൂക്ക് പൊട്ടിയപ്പോൾ ലാത്തിയുമായി പോലീസ് നിന്നതല്ലേ ഉള്ളൂ, അടികൊള്ളുന്ന ദൃശ്യങ്ങളില്ല, ഷാഫിയുടേത് ICU അഭിനയം എന്ന ദാവൂദ് മുതൽ പേരുടെ ചർച്ചകൾ നിലവിലുണ്ടോ? ഷാഫിക്കെതിരെ ആസൂത്രിത നീക്കവും അതിന് പിന്നിലെ ഗൂഢസംഘങ്ങളെക്കുറിച്ചും വരെ കണ്ടെത്തി പ്രഖ്യാപിച്ച് വിശദീകരിക്കുന്ന വീഡിയോകളാണ് നമുക്ക് യൂട്യൂബിൽ കാണാൻ കഴിയുക. കാരണം ഷാഫിക്ക് പരിക്കേറ്റല്ലോ. ഇപ്പം പക്ഷെ അങ്ങനെയല്ല കേട്ടോ. വീണക്ക് പരിക്കേറ്റതൊക്കെ ശരി തന്നെ, പക്ഷേ അഭിനയമാണ് എന്നതാണ് പ്രശ്നം. വീണ നല്ല നടിയാണ് എന്നതാണ് പ്രഖ്യാപനം. എന്തായാലും VD സതീശൻ നാടുനീളെ ആ KSU ന്യായീകരണ ജാഥ തുടരുകയാണ്. പത്തനംതിട്ടയിലെത്തിയപ്പോൾ ന്യായീകരണ യാത്ര അതിൻ്റെ പീക്കിലാണ്. അപ്പുറത്ത് അടൂർ പ്രകാശും ഇപ്പുറത്ത് ആന്റോ ആന്റണിയും ഉണ്ട് എങ്കിലും ശബരിമലയേക്കാൾ പ്രധാനം KSUവിൻ്റെ ഈ ന്യായീകരണമാണ്. പുതുയുഗ ന്യായീകരണ യാത്രയെന്ന് വരെ ചില ശത്രുക്കൾ വിളിക്കുന്നുണ്ടത്രേ. എന്തായാലും രാവിലെ തന്നെ സതീശേട്ടൻ ചാനലുകാരെല്ലാം കൂട്ടി പരിക്കേറ്റ് ചികിത്സയിലുള്ള വീണയെ പരിഹസിക്കാനുള്ള വാർത്താ സമ്മേളനം ആരംഭിച്ചു. കേരളത്തിന്റെ ആരോഗ്യമന്ത്രി ശ്രീമതി വീണ ജോർജ് കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ ഒരു പരിഹാസ കഥാപാത്രമായി നിൽക്കുകയാണ് ഇപ്പോൾ. അതെന്താ അങ്ങനെ? അവരുടെ പേര് കേൾക്കുമ്പോൾ തന്നെ ആളുകൾ ചിരിക്കാൻ തുടങ്ങിയ. അതെന്തിനാ ചിരിക്കുന്ന സതീശേട്ടാ? കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും അറിയാം. ജനങ്ങൾക്ക് അറിയാന്ന് പറഞ്ഞാല് സതീശേട്ടന് അറിയായിരിക്കൂലേ? എന്താ കാരണം? എല്ലാ മാധ്യമങ്ങൾക്കും അറിയാം. മാധ്യമങ്ങൾക്ക് അറിയോ? മാധ്യമങ്ങൾക്ക് മുഴുവൻ അറിയാം. അറിയാന്ന് പറഞ്ഞാൽ എങ്ങനെ? അവരാശുപത്രിയിലല്ലേ? നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കരിങ്കുടി പ്രകടനത്തിനിടെ പരിക്ക് പറ്റിയിട്ട് ഒരാൾക്ക് പരിക്ക് പറ്റി ആശുപത്രി കിടക്കുമ്പോൾ എന്തിനാ ചിരിക്കുന്നത് ശശിയേട്ടാ? ഇത് ആശുപത്രി കിടക്കേണ്ട ഒരു കാര്യമില്ലല്ലോ. അതെന്താ കാര്യമില്ലാത്ത? മാധ്യമങ്ങൾക്ക് മുഴുവൻ അറിയാം ഇത് തട്ടിപ്പാണെന്ന്. മാധ്യമങ്ങൾ എങ്ങനെയാ തട്ടിപ്പെന്ന് പറയാ? അവരെന്താ ഡോക്ടറാ?
ഒരാൾക്ക് പരിക്ക് പറ്റിയാൽ അത് പരിക്കല്ല തട്ടിപ്പാണ് എന്ന് ചികിത്സിക്കുന്ന ഡോക്ടർമാരല്ലേ പറയേണ്ടത്? അവർ പറഞ്ഞത് പരിക്കുണ്ടെന്നാണല്ലോ. മാധ്യമങ്ങളും സതീഷ് ചേട്ടനും എന്താ MBBS ഡിഗ്രിയൊക്കെ എടുത്തിട്ടുണ്ടോ പരിക്കില്ല എന്ന് ഉറപ്പിക്കാൻ? അഭിനയം മാത്രമായിരുന്നു, അഭിനയം. ഇനി കണ്ണൂർ സ്റ്റേഷനിൽ നടന്ന സമാധാനപരമായ KSU കുഞ്ഞുങ്ങളുടെ കരിങ്കുടി പരിപാടിയെ പറ്റി സതീഷ് ചേട്ടന്റെ ഗംഭീരമായ പുതിയുഗ ന്യായീകരണങ്ങളാണ്. പുതിയുഗ വാർത്താ സമ്മേളനത്തിലെ ചോദ്യങ്ങളും ന്യായങ്ങളും ഇതാ ഇങ്ങനെ. ഒന്നുകൂടി പറഞ്ഞേ. ആണോ? അങ്ങനെയാണ് ചെയ്ത്. അവര് കരിങ്കൊടി പ്രകടനം നടത്തി. അങ്ങനെയാണ് എല്ലാവരും നടത്തുന്നത്. എല്ലാവരും അങ്ങനെയാണ് നടത്തുന്നത്. കരിങ്കൊടി പ്രകടനം, കരിങ്കൊടി പ്രകടനം നടത്തുന്നത് പോലെ നടത്തിയിട്ടില്ല, ഒരു വ്യത്യാസമില്ല. കരിങ്കൊടി പ്രകടനം എങ്ങനെ നടത്തണമെന്ന് പിള്ളേർക്ക് അറിയാം, അവര് നടത്തും. അല്ല, നിങ്ങളുടെ അഡ്വൈസ് വേണ്ടെന്നേ. പോലീസുകാരെ മറികടന്ന് ആ ബാഗിട്ട ചങ്ങായി പോയി അവിടെ നിന്ന് ചെയ്തത് എന്താണ്? അയാൾ കാണിച്ചു കൂട്ടിയത് അയാളുടെ കൈ സമാധാനപരമായി ഒളിപ്പിച്ചു വെച്ചതായിരുന്നോ? ഇമാതിരി കരിങ്കുടി പ്രകടനമാണോ സതീഷ് ചേട്ടൻ ഉദ്ദേശിക്കുന്നുണ്ടാവുക? ഒരു കുഴപ്പമില്ല, ആർക്കെതിരെയും പ്രതിഷേധ പ്രകടനം നടത്താം. അപ്പൊ പരിക്ക് പറ്റിയില്ല എന്നാണല്ലോ പറഞ്ഞു വരുന്നത്. അതിലിപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ടോ? അല്ല, ഓപ്പറേഷൻ ഇല്ല എന്ന് പറഞ്ഞപ്പോ തന്നെ അവർക്ക് ഭയങ്കര സന്തോഷമായില്ല. കാരണം ഈ കത്രികയുടെ പേടിയുള്ളതുകൊണ്ട്. ഓപ്പറേഷനൊക്കെ അവിടെ നിൽക്കട്ടെ, പരിക്കിന്റെ കാര്യം ചോദിക്കുന്നത്. അത് മെഡിക്കൽ ബുള്ളറ്റിനിൽ തന്നെ പറഞ്ഞിരുന്നാണല്ലോ. മെഡിക്കൽ ബുള്ളറ്റിന് പരിക്ക് പറ്റിയെന്ന് എവിടെ മെഡിക്കൽ ബുള്ളറ്റിനുള്ളത്? വായിച്ച് കേൾപ്പിക്കാം. മെഡിക്കൽ ബുള്ളറ്റിൻ ഉണ്ടായിരുന്നു. ഞാൻ ഈ സൈഡിൽ കാണിക്കുന്നുണ്ട്, വായിക്കണമെങ്കിൽ വായിക്കാം. മെഡിക്കൽ ബുള്ളറ്റിൻ എവിടെയാണ് അവർക്ക് പരിക്ക് പറ്റിയെന്നുള്ളത്? അപ്പൊ മെഡിക്കൽ ബുള്ളറ്റിൻ ഉണ്ട്, അതിപ്പോ സമ്മതിച്ചു അല്ല സതീഷേട്ടാ? മെഡിക്കൽ ബുള്ളറ്റിൻ ഇല്ല എന്ന വാദം ഉപേക്ഷിച്ചല്ലോ, ആയിക്കോട്ടെ. ഈ ബുള്ളറ്റിനിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് പരിക്ക് പറ്റിയ കാര്യം, അതും കൂടി വായിക്കണം. അല്ല, ഈ ആക്രമണത്തിൽ പരിക്ക് പറ്റിയെന്നുള്ളത് മെഡിക്കൽ ബുള്ളറ്റിനിൽ ഇപ്പൊ അങ്ങനെയായി. ആദ്യം പറഞ്ഞു മെഡിക്കൽ ബുള്ളറ്റിൻ ഇല്ല എന്ന്, പിന്നെ പറഞ്ഞു മെഡിക്കൽ ബുള്ളറ്റിൽ പരിക്കേറ്റു എന്നില്ല എന്ന്, ഇപ്പൊ പറയുന്നു ആക്രമണത്തിൽ പരിക്കേറ്റു എന്നില്ല എന്ന്. ആക്രമണത്തിൽ പരിക്കേറ്റു എന്നുണ്ടാകുമോ സതീശേട്ടാ? പരിക്കേറ്റു എന്നല്ലേ ബുള്ളറ്റിനിൽ എഴുതുക? പരിക്ക് അഭിനയമാണ്, വ്യാജമാണ് എന്ന് പറഞ്ഞത് കളവാണ് എന്ന് സമ്മതിച്ചല്ലോ, സന്തോഷം. ഉമ്മൻചാണ്ടിയുടെ നേർക്ക് കല്ലെറിഞ്ഞ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോ അദ്ദേഹത്തിന്റെ തലമുട്ടിയത് ശരി, ആയിക്കോട്ടെ. ഉമ്മൻചാണ്ടിയെ കല്ലെറിഞ്ഞ കാലത്തേക്ക് തന്നെ വരാം നമുക്ക്. അന്നത്തെയും ഇപ്പോഴത്തെയും ഒരു വ്യത്യാസം എന്ത് എന്ന് നമുക്ക് നോക്കാം. ഉമ്മൻചാണ്ടിയെ കല്ലെറിഞ്ഞപ്പോൾ കല്ല് കൊണ്ടതിനല്ലേ തെളിവുള്ളൂ, എറിയുന്നതിൻ്റെ ദൃശ്യമില്ലല്ലോ എന്ന് പറഞ്ഞ് പരിഹസിച്ച് നടക്കാൻ കേരളത്തിൽ പ്രധാന നേതാക്കൾ, ആ സംഘടനയുടെ പ്രധാന നേതാക്കളാരും മുന്നിൽ ഉണ്ടായിരുന്നില്ല. നിങ്ങളിപ്പോൾ ഈ സതീശേട്ടൻ ഇപ്പോൾ ചെയ്യുന്ന പോലെ അന്ന് എറിഞ്ഞവരുടെ പാർട്ടി തന്നെ തള്ളിപ്പറഞ്ഞു. അന്നത്തെ പ്രതിപക്ഷ നേതാവ് ഇന്നത്തെ പ്രതിപക്ഷ നേതാവിനെ പോലെ ഉമ്മൻചാണ്ടിയുടെ പരിക്കിനെ കളിയാക്കിയില്ല. അന്നത്തെ പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ എറിയുന്ന ദൃശ്യങ്ങളില്ല, അതുകൊണ്ട് ഗംഭീര അഭിനയമാണ് എന്ന് പറഞ്ഞ് ഉമ്മൻചാണ്ടിയെ പരിഹസിച്ചോ? ഇല്ല. ഇത് കേട്ടോ. ശരിയായ ആക്രമണമല്ല. അത്തരം ആക്രമണങ്ങൾ നടത്തുന്നതിനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അനുകൂലിക്കുന്നില്ലെന്ന് മാത്രമല്ല ശക്തമായി എതിർക്കുകയാണ്. ഇനി പ്രതിപക്ഷത്തെ അന്നത്തെ രണ്ടാമത്തെ പാർട്ടി CPI, ഇന്നത്തെ രണ്ടാമത്തെ പാർട്ടി മുസ്ലിം ലീഗ്. CPIയുടെ പന്ന്യൻ രവീന്ദ്രൻ കുഞ്ഞാലിക്കുട്ടിയെ പോലെ പരിഹസിച്ചതേയില്ല. ആശയ സമരമാണ്. ആശയ സമരത്തിന് കല്ലോ വടിയോ അല്ല ആയുധം, ആശയമാണ്. എന്നാൽ ഈ സംഭവം ഒരിക്കലും നടന്നുകൂടാത്തൊരു സംഭവമാണ്. ഞാനത് കേട്ട ഉടനെ തന്നെ ഞാൻ അപ്പോൾ തന്നെ ഇതിനെ ശക്തിയായ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. ഈ സംഭവം ഇടതുപക്ഷ ജനാധിപത്യത്തിനുടെ അഭിപ്രായമല്ല, ഇത് തീരുമാനവുമല്ല. ഇതിനൊക്കെ അപ്പുറത്ത് അന്നത്തെ CPMന്റെ സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയനായിരുന്നു. അന്ന് പിണറായി വിജയൻ പറഞ്ഞതോ ഉമ്മൻചാണ്ടി പരിഹാസപാത്രമാണ്, നാട്ടുകാർക്ക് ആശുപത്രിയിൽ കിടക്കുന്നത് കാണുമ്പോൾ തന്നെ ചിരി വരുന്നു, മാധ്യമങ്ങൾക്കെല്ലാം അറിയാലോ എന്നാണോ? അല്ല. ഇതാ കേട്ടോ. മുഖ്യമന്ത്രിക്ക് നേരിയ പോർലേറ്റാലും അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ഉത്കണ്ഠ ഉളവാക്കുന്ന ഒരു കാര്യം തന്നെയാണ്, ഒരു സംശയവുമില്ല. അന്ന് ആ കല്ലേറിനെ അപലപിച്ച സാക്ഷാൽ പിണറായി വിജയൻ ഇന്ന് മുഖ്യമന്ത്രിയാണ്. അന്നത്തെ പ്രതിപക്ഷ നേതാവ് VS അപലപിച്ചു. അന്ന് അവരുടെ യുവജന സംഘടനാ പ്രവർത്തകർ ചെയ്തത് ശരിയായില്ല എന്ന് പറഞ്ഞു. ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് നാളെ മുഖ്യമന്ത്രിയാകാൻ പോകുന്നയാൾ എന്താ ചെയ്തത്? ഒരു വനിതാ മന്ത്രിയെ ഈ മട്ടിൽ KSU കരിങ്കൊടി പ്രകടനത്തിൻ്റെ തുടർച്ചയായിട്ട് ഈ മട്ടിലാക്കിയിട്ട് നാടുനീളെ യാത്ര നടത്തി പരിഹസിച്ച് ചിരിക്കുന്നു. എന്താ സതീശേട്ടാ ഇങ്ങനെ? ഞാൻ മുഖ്യമന്ത്രി പോലെ അല്ലല്ലോ. അത് മനസ്സിലായി, പിന്നെങ്ങനെയാണ്? 50 മിനിറ്റ് സംസാരിച്ച് 4 പേര് 2 ചോദ്യം കൈരളിയും 2 ചോദ്യം ദേശാഭിമാനിയും ചോദിച്ച് 5ാമത്തെ ചോദ്യം നിങ്ങളാരെങ്കിലും ചോദിക്കുമ്പോ സമയമായി എന്ന് പറയാൻ എഴുന്നേറ്റ് പോണ ആളല്ലല്ലോ ഞാൻ. പിന്നെ എങ്ങനെയുള്ള ആളാണ് ഞാൻ? മാധ്യമപ്രവർത്തകർ കാണണം എന്ന് പറഞ്ഞാൽ അവരെ കാണുന്ന ആളാ. കണ്ടിട്ട് പറയുന്നത് അമ്മാതിരി വർത്താനാണല്ലോ. എന്നാൽ ഇതുവരെ പറഞ്ഞത് പോട്ടെ, പത്തനംതിട്ടയിലാണല്ലോ പുതിയ യാത്ര എത്തിയത്. അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്നവരുടെ പേരിൽ ശബരിമല സ്വർണ്ണക്കൊള്ള ആരോപണത്തിൽ വലിയ ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ ബന്ധം പറഞ്ഞു കേൾക്കുന്നുണ്ട് ആന്റോ ആന്റണിയും അടൂർ പ്രകാശും.
ആ ആരോപണം വല്ലതും കേട്ടിനാ? എനിക്കറിയില്ല, ഞാൻ കേട്ടിട്ടില്ല. അപ്പൊ സോണിയാഗാന്ധിയുടെ അടുത്ത് പോറ്റിയെയും സ്വർണം ഉരുക്കിയ ആളെയും വാങ്ങിയ ആളെയും ഒക്കെ എത്തിച്ചത് ആരാണ്? എനിക്കറിയില്ല. അറിഞ്ഞാൽ ഞാൻ പറയാം, മറുപടി പറയാം. അത് ശരി തന്നെ. അറിയാണ്ട് എങ്ങനെയാ പറയുന്ന മൂപ്പര്? അറിഞ്ഞാ പറഞ്ഞാനെ. അല്ല, അറിഞ്ഞാൽ മറുപടി. എനിക്ക് അറിയാത്ത കാര്യം എങ്ങനെ പറയണേ? ശരി എന്നാ പറയും. അത് അറിഞ്ഞാൽ നിങ്ങൾക്ക് മറുപടി പറയാം. അടൂർ പ്രകാശും ആന്റണിയും നിരപരാധികളല്ലേ? എനിക്കറിയാത്ത നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ? എന്ത് പറഞ്ഞു? എനിക്കറിയാത്ത വിഷയം നിങ്ങൾ എന്നോട് ചോദിക്കല്ലേ? അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളോട് പറയാം. പിന്നെ അത് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കണത്, വേറൊന്നുമില്ലേ? വേറെന്ത്? ആന്റണി അപ്പുറത്തിരിക്കുന്നുണ്ടല്ലോ, മൂപ്പരോട് ചോദിച്ചാ പോരെ ശബരിമല സ്വർണ്ണക്കൊള്ളേന്റെ കാര്യം? ഇല്ല, ആ വിഷയം അപ്പൊ ആന്റണിനെയും പറയാൻ വിടൂല സതീശേട്ടൻ അല്ലേ? ആ വിഷയമൊന്നും ഇവിടെ പുതിയുഗ യാത്രയുമായി ബന്ധപ്പെട്ട് നടത്തിയ പത്രസമ്മേളനമാണ്. ഞങ്ങൾ ആ വിഷയം പറഞ്ഞു. വേറെ എന്തെങ്കിലും ചോദ്യം? വേറെന്ത് ചോദ്യം? ഒന്നുകിൽ KSUവിന്റെ കരിങ്കുടി സമരത്തെ പറ്റി ചോദിക്കണം, അതിന്റെ ന്യായീകരണം കുറെ പറഞ്ഞ് അലമ്പായി പോയല്ലോ. അല്ലെങ്കിൽ ശബരിമല സ്വർണ്ണക്കൊള്ള. പത്തനംതിട്ടയാണ്, ശബരിമല സ്വർണ്ണക്കൊള്ള ചോദിക്കാണ്ട് എങ്ങനെ നിങ്ങൾ വിടും? അതിപ്പോ നിങ്ങൾ പറയുന്നുമില്ല. ശബരിമല വികാരമൊക്കെ പോയോ സഹിച്ചേട്ടാ? വേറെ പത്രപ്രവർത്തകര്, മാധ്യമ പ്രവർത്തകര് ചോദിക്കുന്ന തടസ്സപ്പെടുത്താൻ വേണ്ടിയിട്ട് നിങ്ങളിപ്പോ 7 പ്രാവശ്യം ചോദിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, ഞാൻ എണ്ണി എനിക്ക് എണ്ണാൻ അറിയാവുന്നതുകൊണ്ട് എണ്ണി 7 പ്രാവശ്യം ചോദിച്ചിട്ട് ബാക്കിയുള്ള മാധ്യമ പ്രവർത്തകർക്ക് ചോദിക്കാൻ അവസരം കൊടുക്കാതിരിക്കുക. അതൊക്കെ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിൽ എൻ്റെ വേണ്ട. എന്നായിക്കോട്ടെ, ശബരിമല സ്വർണ്ണക്കൊള്ളയും അവിടെ പോയി ചോദിക്കാം അല്ലേ? ശരി. പാവം, സ്വർണ്ണക്കൊള്ള എടുത്തടിച്ച കാലത്ത് വിചാരിച്ചതല്ല ഇമാതിരി ഒരു കാലം ആന്റി ക്ലൈമാക്സ് വരും എന്ന്. KSUക്കാരുടെ അതിക്രമം ന്യായീകരിക്കുമ്പോഴും വലിയൊരു കുഴിയിൽ ചാടുകയാണ് എന്നും വിചാരിച്ചതേയല്ല. നാടുനീളെ യൂട്യൂബ് അഭിമുഖം കൊണ്ട് ഉള്ളതും ഇല്ലാത്തതും വമ്പൻ സങ്കല്പങ്ങളൊക്കെ അടിച്ചുവിട്ട് ആളെ കൂട്ടി പുതിയുഗ യാത്ര തുടങ്ങിയിട്ടിപ്പോൾ എവിടെ എത്തിയിരിക്കുകയാണ്? കൂടിയ ആളുകളോട് മുഴുവൻ പിണറായി മുതൽ ഗോവിന്ദൻ മാഷും വീണയും MM മണിയെയും വരെ ചീത്ത വിളിച്ച് നടക്കുകയാണ് പുതിയുഗ യാത്രയിൽ സതീശേട്ടൻ. അപ്പോൾ ഭരണസങ്കല്പവും ഒക്കെ യൂട്യൂബ് അഭിമുഖത്തിൽ മാത്രം മതി എന്നാണോ? പത്തനംതിട്ട വിട്ടാലെങ്കിലും ഈ പരിപാടി ഒന്ന് വിട്ടുപിടിക്കണം. നാളെ മുഖ്യമന്ത്രിയാണ്ട ആളാണ്. തിരുവനന്തപുരത്ത് എത്തുമ്പോൾ ഏകദേശം ഒരു നല്ല സങ്കല്പമൊക്കെ പറയണം. ആ വിസ്മയ സങ്കല്പങ്ങളെങ്കിലും സസ്പെൻസ് ആയിട്ടെങ്കിലും പറയണം. നന്ദി, നമസ്കാരം.